വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ 9ാം നാളിലും കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. മുണ്ടക്കൈ സൂചിപ്പാറയിലെ സൺറൈസ് വാലി, സൂചിപ്പാറ വെള്ളച്ചാട്ടം, കാന്തൻപാറ വെള്ളച്ചാട്ടം തുടങ്ങിയ സ്ഥലങ്ങളിൽ വ്യോമസേന ഹെലികോപ്റ്ററിൽ വിവിധ സേനാ വിഭാഗങ്ങൾ ഇന്നും പരിശോധന നടത്തും. കെടാവർ നായയെ കൂടി ഉൾപ്പെടുത്തിയാണ് സൂചിപ്പാറ മുതലുള്ള 6 കിലോമീറ്റർ പരിധിയിൽ തെരച്ചിൽ നടത്തുക. പ്രദേശവാസികൾ നൽകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കിണർ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് ഉൾപ്പെടെ ആഴത്തിൽ പരിശോധിക്കും. 152 പേരെയാണ് ഇനി കണ്ടെത്താൻ ഉള്ളത്. പുനരധിവാസം ചർച്ച ചെയ്യാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇന്ന് ചേരുന്നുണ്ട്. പൊതുമരാമത്ത് വകുപ്പിന്റെ ഒഴിഞ്ഞുകിടക്കുന്ന ക്വാർട്ടേഴ്സിലേക്ക് ക്യാമ്പിൽ ഉള്ളവരെ മാറ്റാനാണ് നിലവിലെ തീരുമാനം. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആദ്യം ചേരുന്നത് MG മിഥുൻ ആണ്. മിഥുൻ, 152 പേരെ കണ്ടെത്താനുണ്ട് എന്നതാണ് ഔദ്യോഗികമായ വിവരം. ഇതിനും അപ്പുറത്താണ് കണക്കുകളെന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുടെ കൃത്യമായൊരു കണക്ക് സർക്കാരിൻ്റെ പക്കൽ ഉണ്ടാകില്ല എന്നതാണ് അവരുടെ കണക്കുകൂട്ടൽ. അതെന്തും ആയിക്കൊള്ളട്ടെ, പക്ഷെ 152 എന്ന സംഖ്യ കുറയുന്നില്ല. അത് ഔദ്യോഗികമായ കണക്കാണ്. അതിൽ ഒരാളെയെങ്കിലും കണ്ടെത്താൻ സാധിച്ചാൽ, ഒരു മൃതദേഹാവശിഷ്ടമെങ്കിലും കണ്ടെത്താൻ സാധിച്ചാൽ എന്ന നിലയിലാണല്ലോ തിരച്ചിൽ ഇപ്പോഴും തുടരുന്നത്. ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തിരച്ചിൽ? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ചൂരൽമലയിലാണ്. ചൂരൽമലയെ ബന്ധിപ്പിക്കുന്ന ഈ ഒരു താൽക്കാലിക ബേരി പാലത്തിലാണ് ഇവിടെ ഉള്ളത്. ഈ ഭാഗത്ത് ഇന്ന് തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്യും. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വ്യാപകമായ തെരച്ചിൽ നടത്തുകയും ചെയ്യുന്നു. അതിൽ ഹിറ്റാച്ചികളും ഒപ്പം തന്നെ മണ്ണും ആന്തി യന്ത്രങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിന്ന് മണ്ണ് നീക്കി ഇവിടെ ഒന്നും തന്നെ ഇനി കണ്ടെത്താൻ ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയ മേഖലകൾ കൂടിയാണ്. ഇവിടെ ഒരു വട്ടം കൂടി ഇന്ന് പരിശോധന നടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സേനയുടെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ കൃത്യമായ പരിശോധന ഇന്ന് ആരംഭിക്കുകയും ചെയ്യും. അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് ഈ പരിശോധനയ്ക്കായിട്ടുള്ള സംഘങ്ങളെ അകത്തേക്ക് കയറ്റിവിടുകയും ചെയ്യും. സന്നദ്ധ സംഘടനകളെയും ഒപ്പം തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ, NDRF ടീമുകളെ എല്ലാം തന്നെ അല്പസമയത്തിനകം തന്നെ ഇവിടത്തേക്ക് അകത്തേക്ക് വിടും. ഒപ്പം തന്നെ മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം അടക്കമുള്ള മേഖലകളിൽ ഇന്നും പരിശോധന നടത്തുന്നുണ്ട്. കാരണം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഈ ഒരു റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പരിശോധനയിൽ ചില ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അവ അവിടെ രേഖപ്പെടുത്തി വിട്ടിട്ടുണ്ട്. വൈകിട്ടോടു കൂടി ഈ ഒരു നേരം ഇരുട്ടിയത് കൂടിയാണ് ഇന്നലെ അവിടുത്തെ തെരച്ചിൽ പൂർത്തിയാക്കി സംഘം മടങ്ങുകയും ചെയ്ത് ഇന്ന് ആ മേഖലകളിൽ ഏകദേശം 10ഓളം മേഖലകളിൽ ആണ് ഈ ഒരു ഹോട്ട്സ്പോട്ടായി തരംതിരിച്ചു വെച്ചിരിക്കുന്നത്. ആ ഭാഗത്ത് ഈ ഹിറ്റാച്ചികൾ ഉപയോഗിച്ചുകൊണ്ട്, മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഈ മണ്ണും നീക്കം ചെയ്തുകൊണ്ട് അവിടെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കണ്ടെത്താനാകുമോ എന്നുള്ളൊരു തെരച്ചിൽ കൂടിയാണ് ഇന്ന് നടക്കുന്നത്. ഒപ്പം തന്നെ 6 സെക്ടർ കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ പരിശോധന ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. കൂടാതെ തന്നെ ഹെലികോപ്റ്റർ മാർഗം ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് കീഴിൽ നിന്ന് അവിടെ നിന്ന് ഏകദേശം പോത്തുകല്ല് വരെയുള്ള ഭാഗങ്ങളിലേക്കും ഒപ്പം തന്നെ അവിടെ നിന്ന് തിരിച്ച് ഈ മറുഭാഗത്തേക്കും ഒക്കെ തന്നെ ഇന്നലെയും തെരച്ചിൽ നടത്തിയിരുന്നു. ഇന്നലെ 4 കിലോമീറ്റർ ദൂരത്തോളം ഈ ഒരു വിദഗ്ധ സംഘം, 12 പേരടങ്ങിയ വിദഗ്ധ സംഘം അവിടെ ഈ സൺറൈസ് വാലി അടക്കമുള്ള മേഖലകളിൽ തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ അവിടെ നിന്നും തന്നെ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യില്ലായിരുന്നു. ഇന്ന് അവിടെ കൂടുതൽ വിപുലമായ പരിശോധനകൾ നടക്കും. 6 കിലോമീറ്റർ ദൂരത്തോളം ഈ ഒരു പരിശോധന വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടിയാണ് കടക്കുന്നത്. ആ വിദഗ്ധ സംഘത്തിൽ 6 പേരടങ്ങിയ സേനാ വിഭാഗങ്ങളുണ്ട്. ഒപ്പം തന്നെ വിദഗ്ധ പരിശീലനം നേടിയിട്ടുള്ള 2 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങനെയുള്ള 2 ടീമുകളാണ് ഈ ഒരു പരിശോധനയ്ക്കായി അവിടേക്ക് പോയിട്ടുള്ളത്. നേരത്തെ ഒന്നും തന്നെ അവിടെ ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. കാരണം പൂർണ്ണമായും അവിടെ മണ്ണും എടുത്ത് ഈ വെള്ളം പൂർണ്ണമായും അവിടെ കെട്ടിക്കിടക്കുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ മനുഷ്യർക്കൊന്നും തന്നെ അവിടേക്ക് എത്താൻ പറ്റാത്ത ഒറ്റപ്പെട്ട സ്ഥലമായി മാറിയിട്ടുള്ള പ്രദേശങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ മൈന്യൂട്ടായിട്ടുള്ള ഇടങ്ങളിൽ കൂടി ഈ ഒരു പരിശോധന വ്യാപിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നത്. ഇന്ന് സംബന്ധിച്ച് 9ാം ദിനമാണ്, നിർണായകമായ ദിനമാണ്. ഒപ്പം തന്നെ ഈ സേനാ വിഭാഗങ്ങളുടെ മേധാവികൾ ഉൾപ്പെടെ എത്തി അവർ നേതൃത്വം നൽകിയാണ് ഇന്നത്തെ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നത്. രാവിലെ മുതൽ ആരംഭിക്കുകയും ചെയ്യും. NDRFന്റെ അടക്കം സേനാവിഭാഗങ്ങളുടെ അടക്കമുള്ള മേധാവികൾ ഇന്ന് ഈ ഒരു പ്രദേശത്തെത്തും. കഴിഞ്ഞ ദിവസം മന്ത്രിതല ഉപസമിതി നടത്തിയ ചർച്ചയിൽ ഇനി ഏത് തരത്തിലാണ്, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഏത് തരത്തിലാണ് ഈ ഒരു പരിശോധന നടത്തേണ്ടത്, അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ പ്ലാനിംഗ് തയ്യാറാക്കിയിട്ടുണ്ട്. അതാണ് ഓരോ റീജിയൻ കേന്ദ്രീകരിച്ചിട്ട് ഓരോ മൈന്യൂട്ട് പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഒപ്പം തന്നെ ഈ പ്രദേശവാസികളെ, അതായത് നിലവിൽ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഈ സമീപ പ്രദേശങ്ങളിലുള്ള ആ സമയത്ത് ഈ ഉരുൾപൊട്ടൽ സമീപത്ത് ഉണ്ടായിരുന്ന ആ പ്രദേശങ്ങളുണ്ടായിരുന്ന ആളുകളെയൊക്കെ ഇവിടെ
അവിടുന്ന് ഒഴിപ്പിച്ചിട്ടുള്ള ആൾക്കാർ, ആ സമയത്ത് രക്ഷപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ ക്യാമ്പിലും ഒപ്പം തന്നെ ആശുപത്രിയിലും ഒക്കെയായി നിരവധി പേർ കഴിയുന്നുണ്ടായിരുന്നു. ഈ ക്യാമ്പിൽ കഴിയുന്ന ആളുകളൊക്കെ ഈ പ്രദേശത്തേക്ക് കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. അവരുടെ വീടുകൾ കാണാനും ഒപ്പം തന്നെ ഈ പ്രദേശങ്ങൾ കാണാനും ഒക്കെയായി അവർ ഇവിടേക്ക് എത്തിയിരുന്നു. അവർ പറയുന്ന സൂചനകൾ അനുസരിച്ച് എവിടെയൊക്കെയാണ് ഈ വീടുകൾ ഉണ്ടായിരുന്നത്, എത്രത്തോളം ആളുകൾ ഈ പ്രദേശത്ത് താമസിച്ചിരുന്നു എന്നടക്കമുള്ള കൃത്യമായ വിവരം അവരിൽ നിന്ന് തരുന്നുണ്ട്. അവർ കാണിച്ചു കൊടുക്കുന്ന പ്രദേശങ്ങളിൽ കൂടി ഇന്ന് പരിശോധന നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ നേരത്തെ തുടക്കം മുതൽ തന്നെ അഭിലാഷ് സൂചിപ്പിച്ചപ്പോൾ തന്നെ 152 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് എന്നാണ് സർക്കാരിൻ്റെ ഒരു കണക്ക്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം 180 പേരെ കാണാനുണ്ട് എന്നാണ് അറിയിച്ചിരുന്നുവെങ്കിൽ തന്നെ പിന്നീട് അത് 152 കുറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഒക്കെ ഒരു കൃത്യമായ കണക്ക് സർക്കാരിൻ്റെ പക്കലില്ല. കാരണം ഈ ഒരു എസ്റ്റേറ്റ് ലയങ്ങളിലും ഒപ്പം തന്നെ ഇവിടെ നിരവധി റിസോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ ജോലിക്കായി എത്തിയ നിരവധി ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഈ പ്രദേശവാസികൾ തന്നെ ഇതിലും കൂടുതലുണ്ട് എന്നാണ് അവർ പറയുകയും ചെയ്യുന്നത്. അത്തരത്തിൽ ഏകദേശം ഒരു 300-ന് മുകളിലേക്ക് ഒരു അനൗദ്യോഗിക കണക്കുകൾ അവർ പറയുമ്പോൾ തന്നെ നമുക്ക് ഞെട്ടലുളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അവർ പങ്കുവെക്കുകയും ചെയ്യുന്നത്. കാരണം 300-ന് മുകളിലേക്ക് ആളുകളെ ഇനിയും കാണാനുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ തെരച്ചിൽ കൂടുതൽ ഊർജ്ജസ്വലമാക്കണം. ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വിധമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ തെരച്ചിൽ ഏകോപിപ്പിക്കുകയും ചെയ്തത്. അതേ രീതിയിൽ തന്നെ ഇന്നും തുടരുന്നുണ്ട്. സേനാവിഭാഗങ്ങളുടെ സഹായമുണ്ട്. ഒപ്പം തന്നെ നേവി സംഘങ്ങൾ ഇന്നും ഇവിടെ പരിശോധന നടത്താനായി എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കാരണം മുകളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തോട്ടമേഖലയാണ്. തോട്ടമേഖലകളുടെ ഈ തേയിലത്തോട്ടങ്ങളുടെ ഭാഗങ്ങളിൽ പല ഈ അട്ടമല പോകുന്ന ഭാഗത്തേക്കൊക്കെ തന്നെ മണ്ണ് കൂടുതൽ അടിഞ്ഞു കൂടി കിടപ്പുണ്ട്. ആ ഭാഗങ്ങളിൽ വലിയ രീതിയിൽ പരിശോധന നടത്തിയിട്ടില്ല. അവിടേക്ക് ഇന്ന് ഈ സംഘം പോയി പരിശോധന നടത്തുകയും ചെയ്യും. അത്തരത്തിൽ കൃത്യമായ മേഖലകൾ തിരിച്ച് ഇതുവരെയും പരിശോധനകൾ നടത്താത്ത ചില പ്രദേശങ്ങളുണ്ട്. ആ മേഖലകൾ തിരിച്ച് പരിശോധന നടത്താനാണ് ഇന്നത്തെ നീക്കമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു കൃത്യമായ പ്ലാൻ തയ്യാറാക്കിയും ചെയ്തിട്ടുണ്ട്. എന്തായാലും